സക്സസ് ഫയലിലേക്ക് സ്വാഗതം. SCERT ടെക്സ്റ്റ് ബുക്ക് 8ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ നിന്നുള്ള രണ്ടാമത്തെ ചാപ്റ്റർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക്. ഈ ഒരു അധ്യായത്തിൻ്റെ എക്സാമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. 70 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 60 മാർക്കാണ് കട്ട് ഓഫ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യുക, മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെട്ടിരുന്നത് ആര്? ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് കൊണ്ടുപോകുന്നുവെന്ന തൻ്റെ നിരീക്ഷണം ദാദാബായ് നവറോജി അവതരിപ്പിച്ചത് ഏത് സിദ്ധാന്തത്തിലൂടെയാണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് കൊണ്ടുപോകുന്നുവെന്ന തൻ്റെ നിരീക്ഷണം ദാദാബായ് നവറോജി അവതരിപ്പിച്ചത് ഏത് സിദ്ധാന്തത്തിലൂടെയാണ്? ചോർച്ചാ സിദ്ധാന്തമാണ്. ചോർച്ചാ സിദ്ധാന്തം. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ദാദാബായ് നവറോജിയാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആരുടെ കൃതിയാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആരുടേതാണ്? ദാദാബായ് നവറോജിയുടെ കൃതിയാണ്. ദാദാബായ് നവറോജി. കൃതി ഏതാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആര്? നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധു മിത്രയാണ്. ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത്. ഇനി ദീനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ എന്ന കൃതിയുടെ സാഹിത്യ രൂപം ഏത് എന്ന് ചോദിച്ചാലോ? സാഹിത്യ രൂപം ഏതാണ്? നാടകമാണ്. നീൽ ദർപ്പൺ എന്നത് നാടകമാണ്. നാടകം. താഴെ പറയുന്നവരിൽ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് പഠനം നടത്തിയ പ്രമുഖർ ആരെല്ലാം? ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് പഠനം നടത്തിയവർ ആരെല്ലാമാണ്? ദാദാബായ് നവറോജി, RC ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ എന്നിവരാണ് ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് പഠനം നടത്തിയവർ. ആരെല്ലാമാണ്? ദാദാബായ് നവറോജി, RC ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ. ബംഗാളി ഭാഷയിൽ ആനന്ദമഠം എന്ന കൃതി രചിച്ചത് ആര്? ബംഗാളി ഭാഷയിൽ ആനന്ദമഠം എന്ന കൃതി രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബംഗാളി ഭാഷയിൽ ആനന്ദമഠം എന്ന കൃതി രചിച്ചത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളി ഭാഷയിൽ രചിച്ച കൃതികൾ ഏതെല്ലാം? രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളി ഭാഷയിൽ രചിച്ച കൃതികൾ ഏതെല്ലാം? ഗോര, ഗീതാഞ്ജലി എന്നിവയാണ്. ഗോര, ഗീതാഞ്ജലി എന്നിവയാണ് രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളി ഭാഷയിൽ രചിച്ച കൃതികൾ. ഗോര, ഗീതാഞ്ജലി. അടുത്ത ചോദ്യം, നീൽ ദർപ്പൺ ഏത് ഭാഷയിലുള്ള കൃതിയാണ്? നീൽ ദർപ്പൺ ഏത് ഭാഷയിലുള്ള കൃതിയാണ്? ബംഗാളി ഭാഷയാണ്. ബംഗാളി ഭാഷ. നീൽ ദർപ്പൺ. ലക്ഷ്മിനാഥ് ബസ് ബറുവയുടെ ജുൻബിരി ഏത് ഭാഷയിലുള്ള കൃതിയാണ്? ലക്ഷ്മിനാഥ് ബസ് ബറുവയുടെ ജുൻബിരി. ഉത്തരം ഓപ്ഷൻ എ ആണ്. ആസാമീസ് ആണ്. ആസാമീസ് ഭാഷയിലുള്ള കൃതിയാണ് ജുൻബിരി എന്നത്. ആരുടേതാണ്? ലക്ഷ്മിനാഥ് ബസ് ബറുവയുടെ ജുൻബിരി എന്നത് ആസാമി ഭാഷയിലുള്ള കൃതിയാണ്. മറാത്തി ഭാഷയിൽ നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആര്? നിബന്ധമാല എന്ന കൃതി മറാത്തി ഭാഷയിൽ രചിച്ചത് ആരാണ്? വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ ആണ്. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ. കൃതി ഏതാണ്? നിബന്ധമാല. ഏത് ഭാഷയിലാണ്? മറാത്തി ഭാഷയിലാണ്. പാഞ്ചാലി ശബദം എന്ന തമിഴ് കൃതിയുടെ രചയിതാവ്? പാഞ്ചാലി ശബദം എന്ന തമിഴ് കൃതിയുടെ രചയിതാവ് ആര്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. സുബ്രഹ്മണ്യ ഭാരതിയാണ് പാഞ്ചാലി ശബദം എന്ന തമിഴ് കൃതിയുടെ രചയിതാവ്. സുബ്രഹ്മണ്യ ഭാരതി. കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ ആരുടെ രചനകളാണ്? കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ സുബ്രഹ്മണ്യ ഭാരതിയുടെ രചനകളാണ്. സുബ്രഹ്മണ്യ ഭാരതിയുടെ രചനകളാണ് കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് എന്നിവ. സത്യ ഹരിചന്ദ്ര എന്ന ഹിന്ദി കൃതി രചിച്ചത് ആര്? സത്യ ഹരിചന്ദ്ര എന്ന ഹിന്ദി കൃതി രചിച്ചത് ഭാരതേന്ദു ഹരിചന്ദ്രയാണ്. ഭാരതേന്ദു ഹരിചന്ദ്രയാണ് സത്യ ഹരിചന്ദ്ര എന്ന കൃതി രചിച്ചത്. ഭാരതേന്ദു ഹരിചന്ദ്ര.
സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നീ കൃതികൾ രചിച്ച ഹിന്ദി സാഹിത്യകാരൻ ആര്? ഏതൊക്കെയാണ് കൃതികൾ? സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ. കൃതികൾ ഒന്നും കൂടി നോക്കുക. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നീ കൃതികൾ രചിച്ച ഹിന്ദി സാഹിത്യകാരനാണ് പ്രേംചന്ദ്. ഓപ്ഷൻ ഡി, പ്രേംചന്ദ്. ഉറുദു ഭാഷയിലെ ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നീ കൃതികൾ ആരുടേതാണ്? ഉറുദു ഭാഷയിൽ ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് എന്നീ കൃതികൾ അൽതാഫ് ഹുസൈൻ ഹാലിയുടേതാണ്. അൽതാഫ് ഹുസൈൻ ഹാലി. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നീ മലയാളം കൃതികൾ ആരുടേതാണ്? എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നീ മലയാളം കൃതികൾ വള്ളത്തോൾ നാരായണ മേനോൻ്റേതാണ്. വള്ളത്തോൾ നാരായണ മേനോൻ. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ചത് സംബാദ് കൗമുദി. സംബാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംബാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പേർഷ്യൻ പത്രം ഏതാണ്? പേർഷ്യൻ പത്രം മിറാത്ത് ഉൽ അക്ബർ. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്ത് ഉൽ അക്ബർ. മിറാത്ത് ഉൽ അക്ബർ ആരുടെ കൃതിയാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രമാണ് മിറാത്ത് ഉൽ അക്ബർ. പേർഷ്യൻ പത്രമാണ്. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആര്? ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച വ്യക്തി രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ ജന്മസ്ഥലം ഏതാണ്? രാജാറാം മോഹൻ റോയുടെ ജന്മസ്ഥലം ബംഗാളാണ്. രാജാറാം മോഹൻ റോയുടെ ജന്മസ്ഥലം ബംഗാൾ. മഹാരാഷ്ട്രയിൽ ജാതി വിവേചനത്തിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? എവിടെയാണ്? മഹാരാഷ്ട്രയിൽ. എന്തിനൊക്കെതിരെയാണ്? ജാതി വിവേചനത്തിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെ. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആര്? സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെ. പണ്ഡിത രമാഭായിക്ക് പണ്ഡിത എന്ന ബഹുമതി നൽകിയത് ആരാണ്? പണ്ഡിത രമാഭായിക്ക് പണ്ഡിത എന്ന ബഹുമതി നൽകിയത് കൊൽക്കത്തയിലെ അധ്യാപകരാണ്. കൊൽക്കത്തയിലെ അധ്യാപകർ. വിധവകളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിനായി പണ്ഡിത രമാഭായി സ്ഥാപിച്ച 2 സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്? വിധവകളുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിനായിട്ട് പണ്ഡിത രമാഭായി സ്ഥാപിച്ച 2 സ്ഥാപനങ്ങളാണ് ആര്യ മഹിളാ സമാജ്, ശാരദാ സദൻ എന്നിവ. ആര്യ മഹിളാ സമാജ്, ശാരദാ സദൻ എന്നിവ. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ശാരദാ സദൻ പണ്ഡിത രമാഭായി സ്ഥാപിച്ചത് എവിടെയാണ് എന്ന് കമൻറ്റ് ചെയ്യുക. ശാരദാ സദൻ പണ്ഡിത രമാഭായി സ്ഥാപിച്ചത് എവിടെ എന്ന് കമൻറ്റ് ചെയ്യുക. പണ്ഡിത രമാഭായി വിധവകൾക്കായി ആരംഭിച്ച അഭയ കേന്ദ്രം ഏത്? പണ്ഡിത രമാഭായി വിധവകൾക്കായിട്ട് ആരംഭിച്ചത് ശാരദാ സദനാണ്. വിധവകൾക്കായിട്ട് ആരംഭിച്ചത് ശാരദാ സദൻ. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ രമാഭായി ആരംഭിച്ച പദ്ധതിയുടെ പേര്? സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ വേണ്ടിയിട്ട് ആരംഭിച്ചതാണ് മുക്തി മിഷൻ. മുക്തി മിഷൻ ആരംഭിച്ചത് പണ്ഡിത രമാഭായി ആണ്. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ വേണ്ടിയിട്ടാണ് മുക്തി മിഷൻ ആരംഭിച്ചത്. പണ്ഡിത രമാഭായി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് പങ്കെടുത്തത്? പണ്ഡിത രമാഭായി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് പങ്കെടുത്തത്? 1889 ബോംബെ സമ്മേളനത്തിലാണ്. 1889 ബോംബെ സമ്മേളനത്തിലാണ് പണ്ഡിത രമാഭായി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 1889 ബോംബെ സമ്മേളനം. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചതാരാണ്? പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്
ആത്മാറാം പാണ്ഡുരംഗാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചതാരാണ്? ആത്മാറാം പാണ്ഡുരംഗ്. ആര്യ സമാജം സ്ഥാപിച്ചതാരാണ്? ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. ബ്രഹ്മസമാജം സ്ഥാപിച്ചതാര്? ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചതാരാണ്? അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത്. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചതാര്? തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട് എന്നിവരാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്. മാഡം ബ്ലാവറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാരാണ്? രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാരാണ്? സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആര്? ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു ആണ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ആര്? സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കർ ആണ്. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചതാരാണ്? ഇ വി രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ആര്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആര്? സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്. കൊൽക്കത്തയിൽ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചവർ ആരെല്ലാം? കൊൽക്കത്തയിൽ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ മോഹൻ ബോസുമാണ്. സുരേന്ദ്രനാഥ് ബാനർജി, ആനന്ദ മോഹൻ ബോസ് എന്നിവരാണ് കൊൽക്കത്തയിലെ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത്. കൊൽക്കത്തയിൽ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചവർ ആരെല്ലാമാണ്? സുരേന്ദ്രനാഥ് ബാനർജി, ആനന്ദ് മോഹൻ ബോസ്. മദ്രാസ് മഹാജൻ സഭയ്ക്ക് നേതൃത്വം നൽകിയതാരല്ല? മദ്രാസ് മഹാജൻ സഭയ്ക്ക് നേതൃത്വം നൽകിയത് എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു എന്നിവരാണ് മദ്രാസ് മഹാജൻ സഭയ്ക്ക് നേതൃത്വം നൽകിയത്. എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. ബോംബെ പ്രസിഡൻസി അസോസിയേഷന് നേതൃത്വം നൽകിയവർ ആരല്ല? ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ഫിറോസ് ഷാ മേത്ത, കെ ടി തലാഖ്, ബദ്രുദ്ദീൻ ത്യാബ്ജി എന്നിവരാണ്. ഫിറോസ് ഷാ മേത്ത, കെ ടി തലാഖ്, ബദ്രുദ്ദീൻ ത്യാബ്ജി ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ നേതൃത്വം നൽകിയവർ. 1885 ഡിസംബർ 28 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? 1885 ഡിസംബർ 28 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് 1885 ഡിസംബർ 28 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേരാണ് പങ്കെടുത്തത്? ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരാണ്. 72 പേർ. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് WC ബാനർജി. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആര്? ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി സർ സി ശങ്കരൻ നായർ. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ്? സർ സി ശങ്കരൻ നായർ. സർ സി ശങ്കരൻ നായർ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത് ഏത് വർഷമാണ്? സർ സി ശങ്കരൻ നായർ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത് 1897 1897 സർ സി ശങ്കരൻ നായർ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്. 1897. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ നായർ അധ്യക്ഷനായത്? ഏത് കോൺഗ്രസ് സമ്മേളനത്തില്? അമരാവതി സമ്മേളനത്തിലാണ്. അമരാവതി സമ്മേളനത്തിലാണ് സർ സി ശങ്കരൻ നായർ
അധ്യക്ഷൻ ആയത്? അമരാവതി സമ്മേളനം. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്നാണ്? ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16-നാണ്. 1905 ഒക്ടോബർ 16-നാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. 1905 ഒക്ടോബർ 16. ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത് ആര്? ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത് ആചാര്യ പി സി റോയ് ആണ്. ആചാര്യ പി സി റോയ്. ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത് ആചാര്യ പി സി റോയ്. സ്വദേശി സ്റ്റോർ ആരംഭിച്ചത് ആരാണ്? സ്വദേശി സ്റ്റോർ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. രവീന്ദ്രനാഥ് ടാഗോർ ആണ് സ്വദേശി സ്റ്റോർ ആരംഭിച്ചത്. രവീന്ദ്രനാഥ് ടാഗോർ. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിക്ക് നേതൃത്വം കൊടുത്തത് ആര്? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിക്ക് നേതൃത്വം കൊടുത്തത് ബി ചിദംബരം പിള്ളയാണ്. ബി ചിദംബരം പിള്ളയാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിക്ക് നേതൃത്വം കൊടുത്തത്. ലാൽ ബാൽ പാൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരൊക്കെയാണ്? ലാൽ ബാൽ പാൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരൊക്കെയാണ്? ലാല ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. ലാല ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവരാണ് ലാൽ ബാൽ പാൽ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന് ഉദാഹരണമായിട്ടുള്ള സംഭവങ്ങൾ ഏതെല്ലാമാണ്? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന് ഉദാഹരണമായിട്ടുള്ള സംഭവങ്ങൾ ബംഗാൾ വിഭജനവും മിന്റോ മോർലി പരിഷ്കാരങ്ങളുമാണ്. ബംഗാൾ വിഭജനവും മിന്റോ മോർലി പരിഷ്കാരങ്ങളുമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന് ഉദാഹരണമായിട്ടുള്ള സംഭവങ്ങൾ. ബംഗാൾ വിഭജനം, മിന്റോ മോർലി പരിഷ്കാരങ്ങൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിത ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിത അനി ബസന്റ്. അനി ബസന്റ്. അനുശീലൻ സമിതിയുടെ പ്രവർത്തനം എവിടെയായിരുന്നു? അനുശീലൻ സമിതിയുടെ പ്രവർത്തനം ബംഗാൾ. ബംഗാളിലായിരുന്നു അനുശീലൻ സമിതിയുടെ പ്രവർത്തനം. ബംഗാൾ. അനുശീലൻ സമിതിക്ക് നേതൃത്വം നൽകിയത് ആരെല്ലാമായിരുന്നു? അനുശീലൻ സമിതിക്ക് നേതൃത്വം നൽകിയത് സച്ചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ് എന്നിവരാണ്. സച്ചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ് എന്നിവരാണ് അനുശീലൻ സമിതിക്ക് നേതൃത്വം നൽകിയത്. സച്ചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ്. ഭാരത് മാതാ അസോസിയേഷൻ പ്രവർത്തിച്ചിരുന്ന സ്ഥലം? ഭാരത് മാതാ അസോസിയേഷൻ പ്രവർത്തിച്ചിരുന്നത് മദ്രാസിലാണ്. മദ്രാസ്. ഭാരത് മാതാ അസോസിയേഷൻ പ്രവർത്തിച്ചിരുന്നത് മദ്രാസ്. ഭാരത് മാതാ അസോസിയേഷന് നേതൃത്വം നൽകിയ പ്രമുഖർ ആരെല്ലാം? നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ. നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ എന്നിവരാണ് ഭാരത് മാതാ അസോസിയേഷന് നേതൃത്വം നൽകിയിരുന്നവർ. യുഗാന്തർ പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ ആരെല്ലാമായിരുന്നു? യുഗാന്തർ പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ്. റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ് എന്നിവരായിരുന്നു യുഗാന്തർ പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ. റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ്. ഗദ്ദർ പാർട്ടി എവിടെയാണ് സ്ഥാപിച്ചത്? ഗദ്ദർ പാർട്ടി. ഗദ്ദർ പാർട്ടി സ്ഥാപിച്ചത് അമേരിക്കയിലാണ്. അമേരിക്ക. ഗദ്ദർ പാർട്ടി എവിടെയാണ് സ്ഥാപിച്ചത്? അമേരിക്ക. ഗദ്ദർ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഗദ്ദർ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലാലാ ഹർദയാലാണ്. ലാലാ ഹർദയാലാണ് ഗദ്ദർ പാർട്ടിക്ക് നേതൃത്വം നൽകിയത്. ലാലാ ഹർദയാൽ. ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇദ്ദേഹം ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് പഠനം നടത്തിയ പ്രമുഖരിൽ ഒരാളാണ് ഇദ്ദേഹം. ചോർച്ച സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി അവതരിപ്പിച്ചത് ഇദ്ദേഹമാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇന്ത്യ എന്നത് ഇദ്ദേഹത്തിൻ്റെ വിഖ്യാത കൃതിയാണ്. ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ നൽകിയവയെല്ലാം ശരിയാണ്. ഈ 4 പോയിന്റ്സും പ്രത്യേകം നോട്ട് ചെയ്യണം, എക്സാമിന് കാണാറുണ്ട്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, അതുപോലെ ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ പ്രമുഖരിൽ ഒരാൾ, ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചു, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ആരാണ്? ദാദാഭായ് നവറോജിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക.
ആത്മാറാം പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. മുകളിൽ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒന്ന് മാത്രമാണ് ശരി. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. ശരിയാണ്. അടുത്തത് ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. ആര്യ സമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. പണ്ഡിത രമാബായിയെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. സംസ്കൃത ഭാഷയിലുള്ള പാണ്ഡിത്യം പരിഗണിച്ച് കൊൽക്കത്തയിലെ അധ്യാപകരാണ് ഇവർക്ക് പണ്ഡിത എന്ന ബഹുമതി നൽകിയത്. വിധവകൾക്കായി ശാരദാ സദൻ എന്ന അഭയ കേന്ദ്രം ആരംഭിച്ചു. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതി ആരംഭിച്ചു. 1889 ബോംബെ INC സമ്മേളനത്തിൽ ഇവർ പങ്കെടുത്തു. പ്രസ്താവന ഏതാണ് ശരി ഉത്തരം വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഈ പോയിന്റ്സും പ്രത്യേകം നോട്ട് ചെയ്യുക. സംസ്കൃത ഭാഷയിലുള്ള പാണ്ഡിത്യം പരിഗണിച്ച് കൊൽക്കത്തയിലെ അധ്യാപകരാണ് ഇവർക്ക് പണ്ഡിത എന്ന ബഹുമതി നൽകിയത്. വിധവകൾക്കായിട്ട് ശാരദാ സദൻ സ്ഥാപിച്ചു. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായിട്ട് മുക്തി മിഷൻ ആരംഭിച്ചു. 1889 ബോംബെ INC സമ്മേളനത്തിൽ പണ്ഡിത രമാബായി പങ്കെടുത്തു. ഇന്റർനാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? ആദ്യ സമ്മേളനം 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ച് നടന്നു. ഒന്നാം സമ്മേളനത്തിൽ 72 പ്രതിനിധികൾ പങ്കെടുത്തു. WC ബാനർജിയായിരുന്നു ഒന്നാം സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. INC അധ്യക്ഷനായ ആദ്യ മലയാളി സർ സി ശങ്കരൻ നായരാണ്. ഉത്തരം ഓപ്ഷൻ സി. 1, 2, 3, 4 എന്നിവ ശരിയാണ്. 4 പ്രസ്താവനകളും ശരിയാണ്. INCയുടെ ആദ്യ സമ്മേളനം 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് നടന്നത്. ശരിയാണ്. ഒന്നാം സമ്മേളനത്തിൽ 72 പ്രതിനിധികളാണ് പങ്കെടുത്തത്. ശരിയാണ്. WC ബാനർജിയായിരുന്നു ഒന്നാം സമ്മേളനത്തിന് അധ്യക്ഷൻ. ശരിയാണ്. INC അധ്യക്ഷനായ ആദ്യ മലയാളി സർ സി ശങ്കരൻ നായരാണ്. ശരിയാണ്. അടുത്തത് രാജാറാം മോഹൻ റോയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സതി നിർത്തലാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. വിഗ്രഹാരാധനയ്ക്കും ബഹുദൈവ വിശ്വാസത്തിനുമെതിരെ നിലകൊണ്ടു. രാജാറാം മോഹൻ റോയെ സംബന്ധിച്ചിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ഏതൊക്കെയാണോ? സതി നിർത്തലാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ശരിയാണോ? സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. ശരിയാണോ? ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശരിയാണോ? വിഗ്രഹാരാധനയ്ക്കും ബഹുദൈവ വിശ്വാസത്തിനുമെതിരെ നിലകൊണ്ടു. ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏത്? അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ, തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട്, സ്വാഭിമാന പ്രസ്ഥാനം അയ്യങ്കാളി, ഹിതകാരണി സമാജം വീരേശലിംഗം പന്തലു. തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. സ്വാഭിമാന പ്രസ്ഥാനം ഇവിടെ അയ്യങ്കാളി എന്ന് തന്നിരിക്കുന്നത് തെറ്റാണ്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? EV രാമസ്വാമി നായ്ക്കർ ആണ്. EV രാമസ്വാമി നായ്ക്കർ. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. ഉത്തരം ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം ശരിയാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. അലിഗഡ് പ്രസ്ഥാനത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? തന്നിരിക്കുന്നത്
ആത്മാറാം പാണ്ഡുരംഗാണ് ഇത് സ്ഥാപിച്ചത്. ഓപ്ഷൻ ബി പറയുന്നു മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആരംഭിച്ചതാണിത്. ഓപ്ഷൻ സി സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നത്. കേരളത്തിലെ പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനമാണിത്. അലിഗഡ് പ്രസ്ഥാനം ഓപ്ഷൻ ബി ആണ്. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആരംഭിച്ചതാണ് അലിഗഡ് പ്രസ്ഥാനം. 70 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്